ഹായ് ഗൈസ്, ഇന്ന് മോൾക്ക് ക്ലാസ്സില്ലാത്തൊരു ദിവസമായിരുന്നു. ആദ്യം തന്നെ ഞാൻ അവന് കുടിക്കാനുള്ള പാല് തിളപ്പിച്ച് വയ്ക്കും. പിന്നെ എനിക്കും ഉമ്മാക്കും കട്ടൻ ചായ ഉണ്ടാക്കും. ഇവിടെ മധുരം കുറവും കടുപ്പം കുറവുള്ള ചായയാണ് ഉണ്ടാക്കാറ്. അതിനുശേഷം മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. മുട്ട റോസ്റ്റും പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ ഈസി ആണല്ലോ. മോൾക്കും നല്ല ഇഷ്ടമാണ്. പൂരി വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. ഇന്ന് ക്ലാസ്സില്ലാത്ത ദിവസമായത് കാരണം ആൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മോനുള്ള കുറുക്ക് റെഡിയാക്കി. പഴം, നട്ട്സ്, അവൽ ഇതൊക്കെ മിക്സിയിൽ പാലും ചേർത്ത് ജസ്റ്റ് അടിച്ചെടുക്കും. മോന് ഇത് നല്ല ഇഷ്ടമാണ്. ഇന്ന് എന്താണാവോ ആൾക്ക് കഴിക്കാൻ നല്ല മടിയായിരുന്നു. മോന് ഫുഡൊക്കെ തന്നെ കഴിക്കാറ്. ഇന്ന് എന്താണാവോ നല്ല വാശി കാരണം അവൻ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായില്ല. കുറച്ച് നേരം അവന് തന്നെ കഴിക്കാനായിട്ട് കൊടുത്തു. അല്ലെങ്കിൽ ആൾക്ക് വാശിയാണ്, ഞാൻ വാരി കൊടുത്താലൊന്നും കഴിക്കില്ല. അവനെ എനിക്ക് തരാനായിട്ട് നോക്കലായിരുന്നു, ക്യാമറ നോക്കലും നല്ല ചിരിയായിരുന്നു. മോന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പൂരി ഉണ്ടാക്കാൻ പോയി. ഇന്ന് ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് പൂരി ഉണ്ടാക്കി നോക്കി. നല്ല പെർഫെക്റ്റായിട്ട് പൂരി കിട്ടിയിട്ടാണ്. റവ ചേർക്കുന്നത് പോലെ തന്നെയാണ് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് നോക്കിയപ്പോഴും. പലപ്പോഴും എനിക്ക് ഓയിലിൽ കുടിച്ച പൂരിയാണ് കിട്ടാറ്. റവ ചേർക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല പൂരി കിട്ടാറുണ്ട്. ഇന്നിപ്പോൾ റവ ഇല്ല, അതുകൊണ്ട് അരിപ്പൊടി ചേർത്ത് ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. നല്ല ഉമ്മയും പറഞ്ഞു നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടിയിട്ടുണ്ട്. എണ്ണ തീരെ കുടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൂരി കിട്ടി. പൂരിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് മുട്ടക്കറി ആയിട്ട് പോയി. അങ്ങനെ കുറച്ച് പൂരിയൊക്കെ കരിഞ്ഞു പോയി. മോൻ നല്ല വാശിയിലായിരുന്നു. അതാണ് ഇങ്ങനത്തെ പൂരിയായിട്ട് കിട്ടിയത്. അങ്ങനെ ഞാനും ഇഷലും ഉമ്മയും കൂടി പൂരിയൊക്കെ കഴിച്ച്. പിന്നീടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, അവന് നല്ല വാശി കാരണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ ഒരു ദിവസം വരാം.